ഹായ് ആൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ റീഡിംഗ് ബൈ അമ്മു. സോ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ആക്ഷൻ എടുക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ 2 കാർഡ് ഞാൻ വെച്ചിട്ടുണ്ട്. യുവർ ട്വിൻ ഫ്ലെയിം ഈസ് നിയർ എന്ന് കാണിക്കുന്ന ഫസ്റ്റ് കാർഡാണ്. രണ്ടാമത്തെ കാർഡ് ഫോർഗീവ്നെസ് എന്ന് കാണിക്കുന്ന ഒരു കാർഡാണ്. ഏത് കാർഡാണോ നിങ്ങൾക്ക് അട്രാക്റ്റ് ആവുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് എടുത്തവർക്കുള്ള മെസ്സേജസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. പ്ലീസ് ഗൈഡ് മീ. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂ. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു നേച്ചറൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സൈക്കിൾ നിങ്ങൾ അല്ലെങ്കിൽ ടോക്സിറ്റി ഉള്ള ഒരു പേഴ്സൺ, നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ അതിൽ നിന്നും മാറാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ തുറന്ന് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നെന്ന് വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും, ഒരാൾ മാത്രമല്ല 2 പേരും മുൻകൈ എടുത്തിട്ട് തുറന്ന് സംസാരിക്കാനൊക്കെ റെഡിയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഒരു പുതിയൊരു തുടക്കം ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ കുറച്ച് ടൈം എടുത്തെന്ന് വരാം, എന്നിരുന്നാലും നിങ്ങൾക്കുള്ളത് എന്തായാലും ഇങ്ങോട്ട് തന്നെ വരും എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓരോ കാർഡും. അപ്പോൾ ആദ്യത്തെ കാർഡ് ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂ. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സണെ വളരെയധികം കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളെയും ആ ഒരു പേഴ്സൺ വളരെ ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള രീതിയിലാണെങ്കിൽ പരസ്പരം മ്യൂച്വൽ ആയിട്ടുള്ള ട്രസ്റ്റ് പോരെ, എന്തിനാണ് കൺട്രോളിങ് നേച്ചർ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടൈം ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയിട്ട് വരണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം ഇവിടെ ഒരുപാട് ഒരു കൺഫ്യൂഷൻ, ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്തു പോയി എന്നുള്ളൊരു തോട്ടുള്ളതായിട്ട് ഒരു റിഗ്രറ്റ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് വളരെയധികം. ബാക്കിയുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ അതായത് ചിലപ്പോൾ ഒരാൾ എടുത്തു പോയ ഒരു ഡിസിഷൻ, ഒരു തീരുമാനത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതും മറ്റൊരാളെന്ന് പറയുന്നത് ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്തിട്ടും വിഷമിക്കുന്ന ഒരു രീതി. അതായത് 2 പേർക്കും വിഷമമാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. കാരണം എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇവിടെ നല്ല രീതിയിൽ വരുന്നതായിട്ടാണ് അതിൻ്റെ പേരിൽ ആ ഒരു പേഴ്സണും വളരെയധികം എന്താ പറയുക ചിന്തിച്ചിരിക്കുന്ന ഒരു രീതിയിലുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ആ ഒരു പേഴ്സണ് ഒരു എഫേർട്ട് എടുത്ത് ഇങ്ങോട്ട് വരാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. നമുക്ക് അടുത്തൊരു കാർഡും കൂടി നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഹെഡ് ടു ഹെഡ് കോൺവെർസേഷൻ. ഓക്കെ, 6 of Cup, Knight of Pentacle, the 4 of Wands. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു സംഭാഷണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു നിമിഷങ്ങളൊക്കെ ഓർക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ആ ഒരു പേഴ്സൻ്റെ മൈൻഡിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ വിവാഹമൊക്കെ കഴിഞ്ഞ ഒരു പേഴ്സണാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പേഴ്സൺ അതിനെക്കുറിച്ചൊക്കെ ഓർക്കുകയാണ്. ആദ്യത്തെ നമ്മുടെ നിമിഷങ്ങൾ എന്തൊക്കെ നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുക. പിന്നെയുള്ള ആ ഒരു സാഹചര്യം, നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഗ്യാപ്പ് വരാനുള്ള കാരണങ്ങൾ, ഇവിടെ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരു തെറ്റിദ്ധാരണ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരാൾക്ക് നല്ല രീതിയിൽ തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റാവുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുള്ളൂ. എന്നാൽ ഒരാൾ വളരെയധികം കടുംപിടുത്തത്തോടെ നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജി, ആ ഒരു വ്യക്തിയുടെ ഒരു പ്രവൃത്തി കാരണം ചിലപ്പം ബുദ്ധിമുട്ടുന്നത് ഓപ്പോസിറ്റുള്ള വ്യക്തിയാണ്. അതായത് ചിലപ്പോൾ അവരായിരിക്കും നിങ്ങളോട് വളരെയധികം അല്ലെങ്കിൽ ആ ഒരു ഒന്നും തുറന്നു പറയാത്ത രീതിയിലുള്ള എനർജി, അതുപോലെ തന്നെ ഒന്നും സമ്മതിക്കാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നത്. അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ടും വിഷമിക്കുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ചെറിയ കാര്യങ്ങൾ പോലും ചിലപ്പം പറഞ്ഞു വലുതാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. പക്ഷേ ഇപ്പോൾ ആ ഒരു പേഴ്സൺ പല കാര്യങ്ങളും തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. നമുക്ക് റിലീസ് യുവർ എക്സ് എന്നുള്ള ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ പേജ് ഓഫ് കപ്പ്, 3 ഓഫ് സോഡ്, സ്ട്രെങ്ത് കാർഡ്, ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്ന 10 ഓഫ് പെൻറ്റക്കിൾ ആണ്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സണുമായിട്ട് എങ്ങനെ ഒത്തൊരുമയോടെ അല്ലെങ്കിൽ ഒരു കാര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു ഓർമ്മകളെ നിങ്ങൾ മായ്ച്ചു കളയേണ്ടതായിട്ടുണ്ട്. ചിലപ്പം അത്
അതെന്ന് പറയുന്നത് നിങ്ങളുടെ പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണായിട്ട് ഒരു എഫേർട്ട് എടുത്ത് വരാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ വെറുതെ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യം എന്തിനാണ്? നിങ്ങളെന്തിനാണ് ഹേർട്ട് ബ്രേക്ക് ആവുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം വളരെയധികം ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലുള്ള, അതായത് ആ ഒരു പേഴ്സൺ അത്രയും സ്നേഹിച്ച് അത്രയും പരിഗണന കൊടുത്തുകൊണ്ടാകാം നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. കാരണം വീണ്ടും വീണ്ടും ചാൻസ് കൊടുത്തൊരു സാഹചര്യം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഒരിക്കലും ആ ഒരു പേഴ്സൺ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. മനഃപൂർവ്വം അവോയ്ഡ് ആക്കുന്ന ഒരു രീതി, അതൊക്കെ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബട്ട് നിങ്ങൾ അതിൽ നിന്നും മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിലാണ് കുറേ ആൾക്കാർ. അതായത് നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ ഹാപ്പിനെസ്സോട് കൂടി വെക്കുന്ന ഒരു ഫാമിലി ഉണ്ടാകാം. മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു ഫാമിലി പോലെ ആയിരിക്കാം അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് എല്ലാം നിങ്ങൾ അങ്ങോട്ട് പോയി ഷെയർ ചെയ്യുക. പക്ഷേ ആ ഒരു പേഴ്സണ് അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോ ഒന്നും ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് കുറച്ച് നാളായിട്ട് തോന്നിയിട്ടുണ്ടാകാം. കുറച്ച് ആൾക്കാർക്ക് തുടക്കേ ഒരു തോന്നിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പേഴ്സൺ ഒരിക്കലും നഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളത് കൊണ്ട് പലതും നിങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ടോക്സിക് ആയിട്ടുള്ള സൈക്കിളോ? നമുക്ക് നോക്കി നോക്കാം ഈ ഒരു പേഴ്സണ് നിങ്ങളിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. നമുക്ക് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്ത് നോക്കാം. വാട്ട്സ് ഹാപ്പനിങ്? റിലീജിയസ് ഫാക്ടർ. ചില കാര്യങ്ങൾക്ക്, ചില ആൾക്കാർക്ക് ഇവിടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ബാധിക്കുന്നുണ്ടാകാം. അതുകൊണ്ടൊരു തടസ്സം നിൽക്കുന്ന, സെയിം കാസ്റ്റ് അല്ല, സെയിം റിലീജിയൻ അല്ല എന്ന് തോന്നിക്കുന്നുണ്ടാകാം. വളരെയധികം ഫാമിലി ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർക്കുന്നുണ്ടാകും. മേ ബി ഫാമിലി ആയിരിക്കാം കുറച്ച് ആൾക്കാർക്ക്, തേർഡ് പാർട്ടി പേഴ്സണും ഉള്ളവരുണ്ട്. പക്ഷേ എവിടെയെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് സ്നേഹമുണ്ടെങ്കിലും ബട്ട് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ, എന്ന് വെച്ചാൽ തുറന്ന് പറഞ്ഞാലും അതൊന്നും അംഗീകരിക്കാത്ത ഒരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം കുറേ ആൾക്കാർ ഒരു നോ കോണ്ടാക്ട്, അല്ലെങ്കിൽ ഞാനാണ് വലുത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോയിട്ടുണ്ടാവുക. ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് ലെറ്റ് ഗോ ചെയ്ത് പോവുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ആ ഒരു പേഴ്സണോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഓക്കെ, ഞാനത് മനസ്സിലാക്കുന്നു. ആ ഒരു പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവിടെ കാണിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെറുതെ വേണ്ടാത്ത ഓവർ തിങ്കിങ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന എഫേർട്ടിനൊന്നും മാനിക്കാത്ത രീതിയിലുള്ള ഒരു എനർജി. അതുകൊണ്ടാവണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ഒരു നോ കോണ്ടാക്റ്റ് പോലെ ഒരു ബൗണ്ടറി ഒക്കെ വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള രീതിയാണ്. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ഫാമിലി എങ്ങനെ ഇത് അല്ലെങ്കിൽ സമ്മതിക്കുന്നുണ്ടാവില്ല. മേ ബി നിങ്ങൾ ഡിഫറെൻറ്റ് കാസ്റ്റ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയൻ എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്വസ്റ്റ്യൻ, ഒരുപാട് ക്ലാരിറ്റി കിട്ടേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് യൂണിവേഴ്സ് എനിക്കായിട്ട്, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരുന്ന ആ ഒരു മെസ്സേജ് എന്താണ്, ഞാൻ നിൽക്കണം, ഒരു ക്ലാരിറ്റി എന്താണ് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും കാലം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സണെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ഹേർട്ട് ബ്രേക്ക് ആവും എന്നുള്ളത് കൊണ്ടാകാം നിങ്ങൾ മുന്നോട്ട് ഉള്ള ഈ ഒരു ജേണിയിൽ കുറച്ചും കൂടി എനിക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയേ പറ്റൂ എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടാകും. നമുക്ക് നോക്കി നോക്കാം നിങ്ങളോടുള്ള ഒരു പേഴ്സൻ്റെ ഒരു എനർജി എന്താണെന്നുള്ളത്. We have the 7 of Wands, the Queen of Pentacles, the Chariot card. Bottom of the deck 3 of Wands ആണ്. ഓക്കെ, ആ ഒരു പേഴ്സൺ മനഃപൂർവ്വം ഒരു കാര്യത്തിൽ നിന്നും ഒരു സിറ്റുവേഷനിൽ നിന്നും മാറിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണ് നിങ്ങളോട് നല്ലൊരു അട്രാക്ഷൻ ഉണ്ട്. ചിലപ്പോൾ ആ ഒരു അട്രാക്ഷൻ്റെ പുറത്ത് വീണ്ടും അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് ആവുമോ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം എന്ന് പറയുന്നത് മനഃപൂർവ്വം ഒരു വെയിൽ തീർക്കുന്ന പോലെ, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി വരാൻ പറ്റും. പക്ഷെ മനഃപൂർവ്വം ഓരോരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. നോ കോണ്ടാക്റ്റിലാവണം നിങ്ങൾ കുറച്ച് നാളായിട്ട്. അതായത് ഇവിടെ ആ ഒരു പേഴ്സൺ ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണ മാറിയിട്ട് വരട്ടെ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് പോസിബിളായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം എന്ന് പറയുന്നത് രണ്ട് ഡബിൾ മൈൻഡായിട്ട് നിൽക്കുകയാണ്. ഒരു ക്ലാരിറ്റി വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്കിനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം.
പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്ത പോലെ ആ ഒരു പേഴ്സൺ കുറച്ച് ടൈമാണ് ആഗ്രഹിക്കുന്നത്, ടൈമാണ് ചോദിക്കുന്നത്. കാരണം അവർക്കൊരു ക്ലാരിറ്റി, മെൻ്റൽ ക്ലാരിറ്റി ഒക്കെ മാറി, അല്ല മെൻ്റൽ ക്ലാരിറ്റി ഒക്കെ കിട്ടി, ഒരു നിങ്ങൾക്ക് വേണ്ടി ഒരു എഫേർട്ട് എടുത്ത് വരട്ടെ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയ ഒരു ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ഏസ് ഓഫ് വൺസ് ആൻഡ് 4 ഓഫ് പെൻറ്റക്കിൾ എന്നതാണ്. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും. നേരെ മറിച്ച് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, കാരണം ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഹീലിംഗ് കുറച്ച് കംപ്ലീറ്റ് ആക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വാല്യൂ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് അത്ര പെട്ടെന്ന് എളുപ്പമുള്ള കാര്യമില്ല, ബട്ട് ഫോർ ഷുവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആദ്യം ഹീലാവുക, ഒപ്പം ആ ഒരു പേഴ്സൺ എടുക്കേണ്ട ടൈം കുറച്ച് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഹീലാവട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരുപാട് പുതിയൊരു അവസരങ്ങളും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോ ഗൈസ്, ഇതാണ് ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിങ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവർ റീഡിങ്ങിലേക്ക് കടക്കാം. സെക്കൻഡ് കാർഡ് ഫോർഗീവ്നെസ്. ഓക്കെ, നിങ്ങളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് നോക്കി നോക്കാം. നിങ്ങൾക്കുള്ള റിലേഷൻഷിപ്പ് മെസ്സേജസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. വി ഹാവ് കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. ഒരാൾ വളരെയധികം ഹൈഡ് ചെയ്ത് വയ്ക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു പേഴ്സണുമായിട്ട് വളരെയധികം ഒരു സിമിലാരിറ്റി അല്ല, കുറച്ചൊരു ഡിസിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പേഴ്സണോ, നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണോ, ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് തേർഡ് കാർഡ് കിട്ടിയത് കെമിസ്ട്രി. നിങ്ങളുടെ ഇടയിൽ ഒരു കെമിസ്ട്രി ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്, അതായത് ഒരു അട്രാക്ഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നത്. നമുക്ക് ഓരോ കാർഡും ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, Six of Cups, the World card, the Two of Pentacles. Okay, the Wheel of Fortune, Fourth card, Chemistry card, the Justice, the Four of Pentacles, the Knight of Swords. Okay, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണ് ഒരു നിങ്ങളോട് സ്നേഹമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ബട്ട് ആ ഒരു പേഴ്സണ് നിങ്ങളെക്കാൾ കൂടുതൽ വേറൊരു കാര്യത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഡബിൾ മൈൻഡായിട്ട് നിൽക്കുന്നതായിട്ട്. അതായത് ഒരിക്കൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ തീരുമാനം എടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വേറൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ പേഴ്സണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി മുൻതൂക്കം കൊടുക്കേണ്ടതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു പേഴ്സൺ നല്ലൊരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കാരണം പാസ്റ്റിലെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റി ഒരു പുതിയൊരു തുടക്കത്തോടെ വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനവിടെ പറഞ്ഞു, ഇവിടെ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് ഹൈഡ് ചെയ്ത് വെച്ച് ഐ ഡോണ്ട് കെയർ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ എനിക്ക് ആ ഒരു ഫസ്റ്റ് കാർഡുമായിട്ട് എവിടെയൊക്കെയോ സിമിലാരിറ്റി തോന്നിക്കുന്നുണ്ട്. സെക്കൻഡ് കാർഡും ഫീലിങ്സ് ഹൈഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവിടെ കമ്മിറ്റ്മെൻറ്റിനേക്കാൾ കമ്മിറ്റ്മെൻറ്റാണ് പിന്നെ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ കമ്മ്യൂണിക്കേഷനാണ്. ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ഒരുപാട് സംശയമുണ്ട്. ആ ഒരു സംശയം എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ, ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ആ ഒരു പേഴ്സൺ ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ, നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് തെറ്റായിപ്പോയോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. മേ ബി വേറൊരു സാഹചര്യവും രണ്ട് പേഴ്സൺ ഒരേപോലെ ബാലൻസ് ചെയ്യാൻ നോക്കുന്ന ഒരു പേഴ്സൺസൊക്കെ ആയിരിക്കണം. എത്ര നിങ്ങൾ വാണിംഗ് ചെയ്താലും അതൊന്നും വലിയ കാര്യമാക്കി എടുക്കാത്ത രീതിയിൽ, കാരണം എത്ര അവസരങ്ങൾ കൊടുത്താലും ഈ ഒരു പേഴ്സൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുന്ന ഒരു എനർജി. കാരണം ഇവിടെ നിങ്ങളുടെ ഫീലിങ്സ് ഒന്നും അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനൊരു വലിയ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ഫോർഗീവ്നെസ് ചെയ്താലും, എത്ര ആ ഒരു പേഴ്സൻ്റെ അവസരം കൊടുത്താലും ഈ ഒരു പേഴ്സൺ നന്നാവുന്നതിന് പകരം തീർച്ചയായിട്ടും ആ ഒരു റിപ്പീറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ തെറ്റുകൾ തുടർന്നുകൊണ്ടേ നിന്നിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളൊരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ പാസ്റ്റ് ഇതൊന്നും മുന്നോട്ട് പോയേ പറ്റൂ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഓർമ്മകളിൽ മാത്രം നിന്നാൽ ഒരിക്കലും ശരിയാവില്ല എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്.
നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് റിലീസ് യുവർ എക്സ് എന്നുള്ള ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് എനർജി നിങ്ങൾക്ക് മുന്നോട്ട് പോകണം. അതിപ്പോൾ മുന്നോട്ട് നിങ്ങൾ ഏതൊരു തീരുമാനം എടുത്താലും നിങ്ങൾക്ക് പാസ്റ്റിലെ നെഗറ്റീവ് എനർജി കളഞ്ഞിട്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ ഗ്രോത്തിന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക, ഹീല് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ആ ഒരു പേഴ്സൻ്റെ ഒരു മൈൻഡും അതുപോലെ തന്നെ എനർജി എന്ന് പറയുന്നത് നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് കൂടും, ഇടയ്ക്ക് കുറയും, അങ്ങനെയുള്ളത്. ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരുന്ന ടൈം മൊത്തം ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ അത് കഴിഞ്ഞ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ, അതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് അങ്ങനത്തെ ഉള്ള ഒരു എനർജി ഒരു പേഴ്സണെ കിട്ടിയാൽ ആ ഒരു വരിക പോവുക ആ ഒരു രീതിയിലേക്ക് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള രീതിയിൽ കാണിക്കും. നമുക്ക് അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. കാരണം ഒരു ക്ലാരിറ്റി വേണ്ട, ലൈഫല്ലേ, നമുക്ക് അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമുക്കും ലൈഫല്ലേ, നമ്മുടെ ലൈഫും കൂടിയല്ലേ. അല്ലെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി വേണ്ടേ. എത്രയെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു തീരുമാനം എടുക്കാൻ നിൽക്കുക, അല്ലേ. നമുക്ക് നോക്കാം ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി എന്താണെന്നുള്ളത്. വി ഹാവ് ഏസ് ഓഫ് വോൺസ്, ദ 3 ഓഫ് വോൺസ്, ദ 4 ഓഫ് സോഡ്, ദി ഏസ് ഓഫ് പെൻറ്റക്കിൾ. ഓക്കെ, ഇവിടെ ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് വെച്ചാൽ മേ ബി ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് പറയുന്നത് വേറൊരു ഓപ്പർച്യൂണിറ്റീസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാം എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. മേ ബി ഒരു പ്ലേ ബോയ് പ്ലേ ഗേൾ കൈൻഡ് ഓഫ് എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരുടേതും അല്ല, കുറച്ച് ആൾക്കാരുടെ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഹേർട്ട് ബ്രേക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഹേർട്ട് ബ്രേക്ക്, നിങ്ങളെ വളരെയധികം വിഷമിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ വളരെ ഒരൊറ്റപ്പെട്ട പോലെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ വീണ്ടും ആ ഒരു പേഴ്സൺ വിചാരിക്കുകയാണ് എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, നല്ല അവസരങ്ങൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ ഒരു പേഴ്സണ് ഒരു മുന്നോട്ടൊരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി മുന്നോട്ട് വരിക, ഒന്നാമത്തെ കാര്യം. എന്നിട്ടൊരു പുതിയൊരു തുടക്കം തുടങ്ങണമെന്ന് കുറച്ച് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. ഓൺ ദ അതർ ഹാൻഡ് എന്ന് പറയുന്നത് അവർക്ക് ഒരു തരത്തിലുള്ള ഒരു ക്ലാരിറ്റി ഇല്ല, ഇങ്ങനെ തുടങ്ങണമെന്നോ ഒന്നും ക്ലാരിറ്റി ഇല്ല. ബട്ട് അവർക്കൊരു ഹോപ്പ് ഉണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും നിങ്ങളുടെ അടുക്ക് വരാൻ പറ്റും, ഒരവസരം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. We have Knight of Cups, the Queen of Swords, the 2 of Swords. നിങ്ങൾക്കും Ace of Swords ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. മേ ബി കുറേ ആൾക്കാരെ സംബന്ധിച്ച് തേർഡ് പാർട്ടിയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇവിടെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, വീണ്ടും ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലൊരു ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുക എന്ന് വെച്ചാൽ നിങ്ങളൊരു വ്യക്തികളും ഒരാളുടെ ലൈഫിലും ഒരു ഓപ്ഷൻ അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെ പറയാം, കുറച്ച് ആൾക്കാർക്ക് അതൊരു ആക്സെപ്റ്റ് ആക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കാം. കാരണം അത്രയും ആ ഒരു പേഴ്സൺ ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ടായിരിക്കാം. തീർച്ചയായിട്ടും അത് ശരി തന്നെ. പക്ഷേ ആ ഒരു പേഴ്സൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് ഒരു പൂർണ്ണ മനസ്സോട് വരുമ്പം അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം വെച്ചാൽ തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരില്ല. പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഈ തെറ്റൊന്നും ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എനർജി. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടി അങ്ങനെ ആ ഒരു പേഴ്സൺ വീണ്ടും ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു എനർജിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഓപ്പണപ്പായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾക്കുള്ള ഫീലിങ്സ് അത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്കൊരു ബോൾഡായിട്ടൊരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. അവിടെ നമ്മൾ തീരുമാനം എടുത്തേ പറ്റൂ. കാരണം അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നുകൊണ്ടായിരിക്കാം ചിലപ്പം പല ആൾക്കാരും ഒരു ഹേർട്ട് ബ്രേക്ക് പോലെ അല്ലെങ്കിൽ വളരെ വിഷമത്തോടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്കുള്ള ആ ഒരു ക്ലാരിറ്റി നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ മേ ബി നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ തന്നെ വേണം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ എന്ത് എഫേർട്ട് എടുക്കാൻ, ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് എഫേർട്ട് എടുക്കാൻ തയ്യാറാണ് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് എന്ത് തന്നെ നിങ്ങൾ തീരുമാനം എടുത്താലും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീസൺസോട് കൂടി നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ മാത്രം അതുമായിട്ട് മുന്നോട്ട് പോവുക. ഒരിക്കലും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കരുത് എന്നുള്ള രീതിയിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ സോ ഗൈസ്, ഇതാണ് ഞങ്ങൾക്കുള്ള റീഡിങ്. ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.